വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11, 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യേശു പുനരുത്ഥാനവും ജീവനും. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥാനിയ ജെറൂസലേമിന് അടുത്ത് ഏകദേശം 15 സ്താദിയോൻ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെയിരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ മർത്ത സുതാര്യമായൊരു മനസ്സിന്റെ ഉടമ. ആദിമസഭയിലെ വിശുദ്ധരിൽ ഒരാളായിരിക്കണം മർത്ത. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ ജെറൂസലം പട്ടണത്തിന്റെ പ്രാന്തങ്ങളിൽ ഉള്ള അറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ് ബഥനി. ആ ബഥനി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മർത്ത വസിച്ചിരുന്നത്. മർത്തയുടെ മാതാപിതാക്കന്മാരെ സംബന്ധിച്ച് നമുക്ക് വിവരങ്ങൾ ഒന്നും ലഭ്യമല്ല. പക്ഷേ മർത്തയ്ക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. സഹോദരനാണ് ലാസർ, സഹോദരിയാണ് മറിയ. സഹോദരനായിട്ടുള്ള ലാസറിനെ പറ്റി നമുക്ക് ജീവിതത്തെ പറ്റിയോ തൊഴിലിനെ പറ്റിയോ ഒന്നും നമുക്ക് അറിവുകളില്ല. അസുഖം മൂലം ചെറുപ്പത്തിലെ മരിക്കാനിട വന്ന ഒരു യുവാവ്. ആ മരണം യേശുവിന്റെ ദൈവീകത ലോകത്തിന്റെ മുമ്പിൽ സ്ഥിരീകരിക്കപ്പെടാൻ ഇടവന്ന ഒരു സംഭവമായിട്ടത് മാറ്റി എന്നുള്ളതാണ് അതിന്റെ ബാക്കി പത്രം. ഈ സഹോദരന്റെ നോടൊപ്പം വസിച്ചിരുന്ന ഈ 2 സഹോദരിമാരടങ്ങുന്ന ഈ കുടുംബം ബഥനിയായിലെ എല്ലാ വിധത്തിലും സമാധാനവും ശാന്തിയും ഉള്ള ഒരു മാതൃകാ കുടുംബം ആയിരിക്കണം. കാരണം യേശു തന്നെ തന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ രീതിയിൽ വളരെയധികം അടുത്ത ബന്ധം ഈ കുടുംബമായിട്ട് പുലർത്തിയിരുന്നതായിട്ട് സുവിശേഷത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ 2 സഹോദരിമാരെ പറ്റി സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം അല്പം സ്വല്പം വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം ചില രൂപരേഖകൾ സുവിശേഷങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. 2 പേരും വ്യത്യസ്തത പുലർത്തുന്ന സ്വഭാവ പ്രകൃതിക്കാരായിട്ട് നമുക്ക് വേണം മനസ്സിലാക്കാൻ. മർത്ത ചിന്തിക്കാൻ വളരെയധികം സമയം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അല്പം ഔട്ട്സ്പോക്കണാണ്, വാചാലമാണ് മർത്ത. കാര്യങ്ങൾ ചിന്തിച്ച് അവധാനപൂർവം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിൽ തോന്നിയ കാര്യങ്ങള് അത് വെട്ടി തുറന്നങ്ങോട്ട് പറയുന്ന ഒരു രീതി മർത്തയുടെ സ്വഭാവത്തിൽ നമുക്ക് കാണാം. ആ സ്വഭാവ പ്രകൃതിയുടെ ബാക്കി പത്രം എന്ന നിലയിൽ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആവലാതി പറച്ചിലും ഉത്കണ്ഠയും ഒക്കെ മർത്തയുടെ ജീവിതത്തിൽ പ്രകാശിതമാകുന്നത് നമുക്ക് കാണാം. എന്നാൽ ഇളയ സഹോദരിയായ മറിയത്തിന്റെ സ്വഭാവം അതല്ല. വളരെയേറെ ചിന്തയും മനനവും ഒക്കെ ഉള്ള ഒരു മിതഭാഷിയായിട്ടാണ് മറിയം പ്രത്യക്ഷപ്പെടുന്നത്.
സ്വഭാവത്തിൽ രണ്ടുപേരും വളരെ വ്യത്യാസത പുലർത്തുന്നു. പക്ഷെ യേശുവിന്റെ മുമ്പിൽ രണ്ടുപേരും ന്യായീകരിക്കപ്പെട്ടുന്ന വ്യക്തികളായിട്ട് തീർന്നു. രണ്ടുപേരും വിശുദ്ധരാണ്. രണ്ടും വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്ന ആളുകളാണ് എന്നിവരിൽ തന്നെ രണ്ടുപേരും ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരാണ്. എന്തുകൊണ്ടായിരിക്കാം മർത്ത അംഗീകരിക്കപ്പെടാൻ ഇടവന്നേ? മർത്തയുടെയും മറിയത്തിന്റെയും സ്വഭാവം തമ്മിൽ തട്ടിച്ചു നോക്കുന്ന അവസരത്തിൽ ഒരു പരാമർശം സുവിശേഷത്തിൽ കാണും. യേശുവിന്റെ മൂല്യദർശനം അനുസരിച്ച് കൂടുതൽ പരിഗണന മറിയത്തിന്റെ സ്വഭാവ പ്രകൃതിക്ക് യേശു കൊടുക്കുന്നതായിട്ട് കാണാം. അവധാനതയോടും ബോധപൂർവമുള്ള ചിന്ത ഉൾക്കൊള്ളുന്നൊരു പ്രകൃതി, അതിനാണ് ശ്രേഷ്ഠത കൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണാം. എന്നാൽ അതേ സമയത്ത് മത്തായെ തള്ളി പറയുന്നില്ല. മത്തായുടെ സ്വഭാവം ചിന്തിക്കുന്നേക്കാൾ കൂടുതൽ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അപ്പം വെട്ടി തുറന്നാ പറയും. ചിലത് മണ്ടത്തരങ്ങളുമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ ബോധപൂർവം അല്ല പറയണത്. അപ്പ കേട്ടു, അപ്പ അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ അതിനുള്ളൊരു വിശേഷം ഇരിക്കുന്നത് അവരുടെ മനസ്സിൽ വക്രതയില്ല, കളങ്കമില്ല. നിർമ്മലമായൊരു ഹൃദയമാണ്. ആ ഹൃദയത്തിന് തുറവിയുണ്ട്. അതിൽ ഒന്നും സ്വാർത്ഥ ചിന്തകളുടെ അടിസ്ഥാനത്തിലെ കൗശലം കാണിച്ച് ദുരൂഹത ഉണ്ടാക്കുന്നൊരു പ്രകൃതി ആ വ്യക്തിയിൽ കാണുന്നില്ല. ആ പ്രകൃതി ആയിരിക്കണം യേശുവിനെ വളരെയേറെ മതിപ്പ് മത്തയോട് ഉണ്ടാകാൻ കാരണം. എന്ന് വെച്ചാൽ നിർമ്മലമായി നിഷ്കളങ്കമായിട്ടുള്ള പ്രകൃതി ദൈവത്തിന് മുമ്പിൽ വളരെ സ്വീകാര്യമാണ്. ആ പ്രകൃതിയുടെ ഫലമായിട്ട് എന്താ വിവേകമാണ് എന്ന് തോന്നിയാൽ തന്നെ തമ്പ്രാന്റെ മുമ്പിലെ വളരെ വിലപിടിപ്പുള്ളതാണ് ആ വ്യക്തി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ അതിൽ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, തട്ടിച്ചു നോക്കുമ്പോൾ കൂടുതൽ അഭികാമ്യമായിട്ടുള്ള രീതി പറയുന്നതിനേക്കാൾ മുമ്പ് അതിനെപ്പറ്റി ചിന്തിച്ച് അവധാനതയോടുകൂടി ബോധപൂർവം മിതമായ രീതിയിൽ സംസാരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠകരമെന്നും യേശു വ്യക്തമാക്കുന്നു. ഇതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. യേശുവിന്റെ മുമ്പിൽ അവരും ഒരേ തരത്തിൽ പെരുമാറണം എന്ന് യേശു ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തിന്റെ മനസ്സ് അങ്ങനെയല്ല. ദൈവം ഓരോരുത്തരെയും വ്യക്തിപരമായ രീതിയിലെ രൂപകൽപ്പന നടത്തുന്നത്. ഓരോരുത്തരെയും സംബന്ധിച്ച് തനതായിട്ടുള്ള പ്ലാനും പദ്ധതിയും ദൈവത്തിനുണ്ട്. അപ്പൊ ഓരോരുത്തരെയും അടിസ്ഥാനപരമായ ചായ്വും ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവതത്വമാണ്. അത് മനുഷ്യൻ വികലമാക്കുന്നു, മനുഷ്യൻ അതിനെ ശ്രേഷ്ഠമാക്കുന്നു, പൂർണ്ണമാക്കുന്നു. പക്ഷെ സ്ഥായി ഭാവം, അടിസ്ഥാന പ്രവണത, അത് ദൈവതത്വമാണെന്ന് പറയാം. ആ ദൈവദത്തമായിട്ടുള്ള പ്രവണത എന്നെ സംബന്ധിച്ചിടത്തോളം, ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഔട്ട്സ്പോക്കണാകുന്ന പ്രകൃതിയാണ് എനിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള പ്രകൃതി എന്ന് വരികിൽ തീർച്ചയായിട്ടും അതിൽ തന്നെ തുടർന്ന് വിശുദ്ധി നേടാൻ ആ വ്യക്തിക്ക് സാധിക്കും. പക്ഷേ മനസ്സിൽ നിർമ്മലത്വം, കളങ്കരഹിതമായിട്ടുള്ള സ്ഥിതിവിശേഷം തുടരാൻ ഇടവരണം. എന്നാൽ ചില അടിസ്ഥാനപരമായിട്ടുള്ള ചായ്വ്, മിതമായ ഭാഷണമാണ്, കൂടുതൽ ചിന്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചായ്വാണ് വ്യക്തികൾക്കുണ്ടെങ്കിൽ അതും ശ്രേഷ്ഠമായിട്ടുള്ള രീതിയാണ് വിശുദ്ധിയിൽ വളരാൻ. അതുകൊണ്ട് വ്യക്തികൾ ചിന്തിക്കേണ്ടത് എന്റെ അടിസ്ഥാന ഭാവങ്ങൾ ഏതാണ് എന്ന് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ അടിസ്ഥാന ഭാവങ്ങൾ മാറ്റാനുള്ള പരിശ്രമത്തേക്കാൾ അതിൽ വന്നു പോയിട്ടുള്ള വികല്പങ്ങൾ കണ്ടുപിടിച്ച് മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. എന്നാൽ ആ വികല്പങ്ങൾ മാറ്റുന്നതോടുകൂടെ എന്റേതായിട്ടുള്ള അടിസ്ഥാന ഭാവങ്ങളിൽ എനിക്ക് എന്നോട് തന്നെ മതിപ്പുണ്ടായി അതിൽ ഞാൻ വളരാൻ ഇടവരണം. അതിൽ എനിക്ക് വിശുദ്ധി നേടാൻ സാധിക്കും. അതിൽ എനിക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം നേടാൻ സാധിക്കും. ദൈവത്തിന് പ്രീതികരമായ രീതിയിലും എനിക്ക് ജീവിക്കാൻ സാധിക്കും. അതിനെ
എല്ലാവരും ഒരുപോലെ തന്നെ ജീവിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ദൈവത്തിന് വളരെ നിർബന്ധമുള്ള മാതിരി തോന്നുന്നു. മനസ്സ് നിർമ്മലമാകണം, കളങ്കരഹിതമാകണം, അതിന് തുറവയുണ്ടാകണം, കാപട്യം ഉണ്ടാകരുത്. ഇതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിർമ്മല ഹൃദയത്തോടുകൂടെ, സുതാര്യതയോടുകൂടെ, വക്രതയില്ലാത്ത സ്വഭാവത്തോടുകൂടെ പെരുമാറാൻ ഇടവരുന്ന ഏത് വ്യക്തിയും ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമായിരിക്കും എന്നുള്ള വലിയൊരു സത്യം യേശു നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്നേ ദിവസം.